വർത്തമാനകാല കേരളവും ഒരുപക്ഷെ ഭാരതത്തിൻ്റെ പലയിടങ്ങളിലും നമ്മൾ ധർമ്മവിരുദ്ധമായത് കാണുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ധർമ്മത്തെ സംരക്ഷിക്കുന്നവർ ഇല്ല എന്ന് തന്നെയാണ്. ഇവിടെയാണ് ധർമ്മം എന്ന് പറയുന്ന ഈ സിസ്റ്റത്തിന് എവിടെയെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ആ പ്രശ്നത്തെ ഇല്ലായ്മ ചെയ്യുവാൻ ഇവിടെ വിഭൂതികളായ നിരവധി മഹത്തുക്കൾ അവതരിക്കും. അത് നമ്മളൊക്കെ ആരാധിക്കുന്ന ഈശ്വരഭാവമാകാം, ഏതെങ്കിലും ഒരു കാഷായ വസ്ത്രധാരിയാകാം, ഏതെങ്കിലും ഒരു വിജ്ഞാനി, ദാർശനികൻ, പണ്ഡിതൻ, തത്വജ്ഞാനി, അല്ലെങ്കിൽ സർവ്വസാധാരണക്കാരിൽപ്പെട്ട് ഒരു പദം മുന്നിൽ നടക്കുന്ന സർവ്വസാധാരണക്കാരൻ വരെയാകാം, അല്ല നമ്മളിൽ ഓരോരുത്തരുമാകാം. ഇങ്ങനെ ഏതെങ്കിലും ഒരു വിഭൂതിയായി ഇവിടെ ഈ ധർമ്മത്തെ സംരക്ഷിക്കുവാൻ അവതാര വരിഷ്ഠന്മാർ ഉണ്ടാകും. കാരണം ഈ ധർമ്മം ഉണ്ടെങ്കിലേ ലോകം നിലനിൽക്കൂ. ഈ നിലനിൽപ്പിനാണ് വിഭൂതികളുടെ ജനനം. ഈ സത്യമാണ് ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണൻ 4-ാം അധ്യായത്തിലെ 7, 8, 2 ശ്ലോകങ്ങളിലൂടെ നമ്മളെ പഠിപ്പിച്ചത്. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തഥാത്മാനം സൃജാമ്യഹം പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ. ഈ ധർമ്മത്തെ പുനഃസ്ഥാപിക്കുവാൻ ഉള്ള ഒന്നിനെ ഇല്ലാതായി വരുന്ന സമയത്ത് അതിനെ വീണ്ടും ഉണ്ടാക്കുവാൻ ഒരു തോട്ടക്കാരൻ എങ്ങനെയാണോ ഒരു ചെടിയുടെ വളർച്ചയ്ക്ക് ആവശ്യമുള്ള മണ്ണും വെള്ളവും വളവും കൊടുത്ത് ആ തോട്ടത്തിലെ ചെടികൾക്ക് ജന്മസാഫല്യത്തിന് അന്തരീക്ഷമൊരുക്കുന്നത് പോരാ, ആ ചെടികൾ വളർന്നു വരുമ്പോൾ സാധുക്കളായ ഈ ചെടികൾക്ക് ജന്മസാഫല്യത്തിൻ്റെ ഇടയിൽ നിരവധി തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാകും. ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അവയുടെ വളർച്ചയെ മുരടിപ്പിക്കുന്ന പുഴുക്കുത്തേറ്റ് ഈ പുഷ്പങ്ങൾ, ചെടികൾ എല്ലാം നശിച്ചു പോകാതിരിക്കാൻ അതിൻ്റെ ഇടയിൽ വരുന്ന കളകളെ വേരോടെ പിഴുതു കളയും. ഈ ചെടികളെ സംരക്ഷിക്കുന്നതാണ് സാധുജനരക്ഷ എന്നുള്ളത്. ഈ കളകളെ കണ്ടെത്തി വേരോടെ പിഴുതു കളയുന്നതാണ് ദുഷ്ടനിഗ്രഹം എന്നുള്ളത്. ധർമ്മം സ്ഥാപിക്കണമെങ്കിൽ സാധുജനങ്ങളെ സംരക്ഷിക്കുകയും ദുഷ്ടന്മാരെ, ആവശ്യമില്ലാത്തവരെ, അങ്ങനെയുള്ള കളകളെ വേരോടെ പിഴുതു കളയണം. ഇത് പറഞ്ഞത് ഭഗവാൻ കൃഷ്ണനാണ്. ശ്രീകൃഷ്ണൻ സനാതനധർമ്മത്തെ സംരക്ഷിക്കുവാൻ കണ്ടെത്തിയ വഴി 2 കാര്യം.